വിശുദ്ധ സിപ്രിയൻ 3-ാം നൂറ്റാണ്ടിൽ ഉത്തരാഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സിപ്രിയൻ. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കാർത്തേജിലെ പ്രഗത്ഭ പ്രഘോഷകനായ പ്രാകൃത ദൈവനിഷേധിയായിരുന്നു തേഷ്യസ് കസീലിയസ് സിപ്രിയാനസ്. കാർത്തേജിൽ അഭിഭാഷകർക്കിടയിൽ പേരെടുത്തിരുന്ന സിപ്രിയൻ വാക്ചാതുര്യത്തിന്റെ കുലീനമായ പെരുമാറ്റത്തിന്റെയും പേരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. AD 246 അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത്. ഗണ്യമായ സ്വത്തിന്റെ ഉടമയായിരുന്ന സിപ്രിയൻ ജ്ഞാനസ്നാനത്തെ തുടർന്ന് തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ദരിദ്രർക്ക് ദാനം ചെയ്തു. താമസിയാതെ 248 വൈദികനായും നഗരത്തിന്റെ മെത്രാനായും വാഴിക്കപ്പെട്ടു. അദ്ദേഹം ചുറുചുറുക്കുള്ള ഒരാത്മീയ ഇടയനും ആഴമായ ബോധ്യങ്ങളുള്ള എഴുത്തുകാരനുമായിരുന്നു. വിശ്വാസധ്വംസകരായ ക്രിസ്ത്യാനികളെ തിരിച്ചെടുക്കുന്നതിന് സഹായകരമായ വിധത്തിൽ സഭയുടെ അച്ചടക്ക സംഹിത രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഭീഷ്യൻ പീഡനകാലത്ത് നാട് വിട്ട് ഒളിവിലിരുന്ന് കൊണ്ട് കത്തുകൾ മുഖേന സഭയെ നയിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. 258 വലേറിയൻ പീഡനത്തിൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു. ആരാച്ചാർക്ക് 25 പവൻ കൊടുത്ത ശേഷം സ്വന്തം ജനമധ്യേ വെച്ചാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. വിശുദ്ധ ജെറോം ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: കേവലം ബാഹ്യ സ്പർശിയായി മാത്രമേ അദ്ദേഹത്തിന്റെ മഹത്വം വർണ്ണിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം സൂര്യനേക്കാൾ പ്രകാശപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഒരു ശ്രേഷ്ഠ സഭാ പിതാവായിട്ടാണ് സിപ്രിയൻ സഭയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകളിൽ സാർവത്രികമായി ബഹുമതിക്കപ്പെടുകയും സർവ്വസാധാരണമായി സഭ ആസ്ഥാനങ്ങളിൽ വായിക്കപ്പെടുകയും ചെയ്യുന്നു. ഓൺ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്, ഓൺ അപ്പോസ്റ്റേറ്റ്സ്, എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ്, ദ ലോർഡ്സ് പ്രേയർ, ഓൺ ദ വാല്യൂ ഓഫ് പേഷ്യൻസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ സുപ്രധാന രചനകൾ.